അപ്പോളേ രാവിലെ തന്നെ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും റിജുവേട്ടനും മാത്രമായിട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് അൽക്കുലത്തെ പണികളൊക്കെ ഉണ്ട്, പോകുന്നതിന് മുന്നേ നമുക്ക് തീർക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വന്നിട്ടുള്ളത് അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി കുറച്ച് ലോങ് ആയിട്ട് ഓടാനുണ്ട്, ഓടി കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നതിൻ്റെ ഫസ്റ്റ് എന്നല്ല, ഒരു 2 മാസം കൂടുന്ന സമയത്ത് നമ്മുടെ വണ്ടീൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ ശേഷം പൊല്യൂഷൻ ചെക്ക് ചെയ്യാണ്ടായിരുന്നു, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ കേട്ടോ. അതും കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓറിയൻ്റ് എക്സ്ചേഞ്ചിലേക്കാണ് പോയിട്ടുണ്ടായത്, നമ്മുടെ മണി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ മണി നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു സ്ഥലത്തുള്ള മണിയാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓറിയൻറ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇവിടെ തന്നെയായിരുന്നു, അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ടൈം നമുക്ക് വേണ്ടി വന്നിട്ടൊന്നുമില്ല. അവിടെ നിന്ന് നമ്മുടെ കറൻസി എല്ലാം മാറ്റിയെടുത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. കാരണം ഇന്ന് വേഗം തീർക്കാണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേഗം നിക്ഷാനിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നത് അതൊന്ന് മാറ്റണം. ഇവിടെ വരുമ്പോൾ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അതും കൂടി ഒന്ന് മാറ്റിയ ശേഷം വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇതാ നമ്മളെ മാവിലുള്ള മാങ്ങയൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും കിട്ടലൊന്നുമില്ല കേട്ടോ. കാരണം അങ്ങനെ 1 2 ആയിട്ടൊക്കെ വീഴുള്ളൂ. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ മാങ്ങ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് റിജുവേട്ട ഫുള്ളൊന്ന് കൊഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ തോട്ടിയോണ്ടൊക്കെ ഇങ്ങനെ കൊഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മലയാളത്തിനെ കുറിച്ച് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ കൊഞ്ചിയാണ് വർത്തമാനം പറഞ്ഞത്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയാണ് വർത്തമാനം പറഞ്ഞത്. പിന്നെ ഞാൻ പ്രോപ്പർ കോഴിക്കോടുകാരി അല്ല എന്നുള്ളതും നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞ്. ഞാൻ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തുള്ള ആ ഒരു മലയാളം മിക്സാണ് എനിക്ക് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് പക്ക കോഴിക്കോടുകാരി അല്ല ഞാൻ. ഇതിന് മുന്നേ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വിമർശിക്കുന്ന ആൾക്കാർ അവിടെ കയറുന്ന വിമർശിക്കുക അല്ലാതെ എനിക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. ഇനി അറിയാത്ത ആൾക്കാർക്ക് ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും അച്ഛനും വന്നിട്ടോ. അച്ഛൻ തോട്ടി എടുത്തുകൊണ്ട് വന്നത് ചക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് ചക്കയും കൊണ്ട് വേണം ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചക്കയും കൂടി പറിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ